പ്രൊഫസർ M.K. സാനുവിന് വിട നൽകാൻ നാട്. എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം നടക്കുകയാണ്. വൈകിട്ട് 5 മണിയോടെ രവിപുരം ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അനിൽ ജോർജ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അനിൽ, മലയാള സാഹിത്യത്തിലെ സാംസ്കാരിക ലോകത്തെ തെളിച്ചമാണ് സാനുമാഷ്. അദ്ദേഹത്തിന് വിട നൽകുകയാണ് നാട്. ആരൊക്കെയാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി പത്മ, മലയാളം സാനുമാഷിന് അന്തിമോപചാരം അർപ്പിക്കുകയാണ് ഇപ്പോൾ. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കർമ്മമണ്ഡലമായ എറണാകുളത്താണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ ഉള്ളത്. എറണാകുളത്തെ ടൗൺ ഹാളിൽ അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിച്ചത്. ജീവിതത്തിൻ്റെ നാനാതുറകളിലുള്ള ആളുകൾ ഇവിടേക്ക് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇന്ന് രാവിലെ 8 മണിയോടുകൂടി അമൃത ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ വീടായ കാരക്കാമുറിയിലെ സന്ധ്യ എന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിച്ചു. അവിടെ പൊതുദർശനമുണ്ടായിരുന്നു. അടുത്ത ബന്ധുക്കൾ, അതുപോലെ തന്നെ അയൽവാസികളൊക്കെ അടക്കമുള്ള ആളുകൾ അവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ എറണാകുളം ടൗൺ ഹാളിൽ എത്തിച്ചിരിക്കുന്നത്. മന്ത്രിമാർ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിൽ റീത്ത് സമർപ്പിച്ചു. സർക്കാരിന് വേണ്ടി ഔദ്യോഗികമായി ജില്ലാ കളക്ടർ റീത്ത് സമർപ്പിച്ചു. പോലീസ് എല്ലാ കാര്യങ്ങളും കൃത്യമായ നിലയിൽ തന്നെ ക്രമീകരിക്കുന്നുണ്ട്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് അദ്ദേഹത്തിന് സംസ്ഥാനം വിട നൽകുന്നത്. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി പകരം വെക്കാൻ മറ്റൊരാളില്ലാത്ത തരത്തിൽ മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും ഒക്കെ സംഭാവന നൽകിയ ഒരു വലിയ പ്രതിഭ ആണ് ഇപ്പോൾ മലയാളത്തിന് നഷ്ടമായിരിക്കുന്നത്. അതിനാൽ തന്നെ സാഹിത്യരംഗത്തെയും സാംസ്കാരിക രംഗത്തെയും ഒക്കെ നിരവധി പ്രമുഖരായ ആളുകൾ അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തും. ഇപ്പോൾ തന്നെ സാംസ്കാരിക നായകന്മാരുടെ അടക്കം വലിയൊരു നിര ഇപ്പോൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തുന്നുണ്ട്. അദ്ദേഹം 27-നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. വീഴ്ചയെ തുടർന്നായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിച്ചു. അങ്ങനെ ആണ് ഇന്നലെ വൈകുന്നേരം 5:35 അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. ഇന്നലെ രാത്രി തന്നെ ഈ മരണവിവരം അറിഞ്ഞ് ഇന്നലെ രാത്രി തന്നെ അമൃത ആശുപത്രിയുടെ അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കിടത്തിയപ്പോൾ ജീവിതത്തിൻ്റെ നാനാതുറകളിൽ നിന്നുള്ള ആളുകൾ കേട്ടറിഞ്ഞ് ആശുപത്രിക്ക് മുമ്പിലേക്ക് എത്തിയിരുന്നു. വലിയൊരു ജനക്കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള പ്രമുഖരായ ആളുകളും അവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമ ഉപചാരം അർപ്പിച്ചു. സാഹിത്യകാരൻ, സാംസ്കാരിക നായകൻ, പകരം വെക്കാൻ മറ്റൊരാളില്ലാത്ത തരത്തിലുള്ള തലമുറകളെ തന്നെ പ്രചോദിപ്പിച്ച ഗുരു ശ്രേഷ്ഠൻ തുടങ്ങി വിശേഷണങ്ങൾ ഏറെയാണ് സാനുമാഷിനെ സംബന്ധിച്ചിടത്തോളം. ശിഷ്യന്മാരുടെ ഒരു നീണ്ട നിര തന്നെ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഇന്നിപ്പോൾ സംസ്ഥാനത്തിൻ്റെയും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെ ശ്രദ്ധേയരായ ഒരുപാട് ആളുകൾ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രഗത്ഭരായ ആളുകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യസമ്പത്തിൽ. അതിനാൽ തന്നെ അവരൊക്കെ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകനെ, തങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവിനെ, തങ്ങളുടെ പ്രിയപ്പെട്ട മാർഗദർശിയെയൊക്കെ ആയ സാനുമാഷിനെ കണ്ട് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിച്ചേരും എന്നത് ഉറപ്പാണ്. ഒപ്പം തന്നെ എറണാകുളത്തിൻ്റെ എല്ലാ പൊതു ചടങ്ങുകളിലും സാനുമാഷിന് ഒരു ചെയറുണ്ടായിരുന്നു. സാനുമാഷിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. 99 വയസ്സിലും അദ്ദേഹം കർമ്മനിരതനായിരുന്നു. വീഴ്ചയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നതിന് ഒരു ദിവസം മുമ്പ് നടന്ന പൊതുപരിപാടിയിൽ പോലും അദ്ദേഹത്തിൻ്റെ സജീവമായ സാന്നിധ്യമുണ്ടായിരുന്നു. ഏതൊരു വിഷയത്തെക്കുറിച്ചും അഗാധമായ രീതിയിൽ ഏതൊരു സദസ്സിനോടും സംസാരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ഒപ്പം തന്നെ കൊച്ചു കുട്ടികളോടും ഒപ്പം തന്നെ മുതിർന്ന ആളുകളോടും എല്ലാവരോടും ഒരേ രീതിയിൽ ഒരേ താളത്തിൽ സംസാരിച്ചു പോകുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശൈലിയൊക്കെ ആളുകൾക്കിടയിൽ അദ്ദേഹത്തെ ഒരുപാട് ശ്രദ്ധ നേടിക്കൊടുക്കുകയും സ്വീകാര്യത നേടിക്കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഒപ്പം തന്നെ രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം മനസ്സുകൊണ്ട് ഇടതുപക്ഷത്തോടൊപ്പം ഇടത് സമീപനങ്ങളോട് ചേർന്ന് നിന്ന ആളായിരുന്നു. പക്ഷേ അതിനുമപ്പുറം എല്ലാ രാഷ്ട്രീയ
പാർട്ടികളിലും പെട്ട ആളുകൾക്ക്, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും അദ്ദേഹം പ്രിയങ്കരനായിരുന്നു, സുപരിചിതനായിരുന്നു. ഒരുപക്ഷെ അവർക്കൊക്കെ ഒരു മാർഗദർശി കൂടിയായിരുന്നു അദ്ദേഹം. അതിനാൽ തന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും അദ്ദേഹത്തിന് ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളുണ്ട്. പിന്നീട് സജീവ രാഷ്ട്രീയം ഒക്കെ വിട്ട് എഴുത്തിൻ്റെ മേഖലകളിലൊക്കെ വളരെ സജീവമായിരുന്നു. 1958 ആദ്യത്തെ പുസ്തകം പുറത്തിറങ്ങി. പിന്നീട് അങ്ങോട്ട് മലയാള ഭാഷയ്ക്ക് അദ്ദേഹം നൽകിയ, സാഹിത്യത്തിന് നൽകിയ സംഭാവന ആർക്കും മറികടക്കാൻ കഴിയുന്ന ഒന്നല്ല. അത്രത്തോളം ഭാഷയെ സമ്പുഷ്ടമാക്കിയ, എഴുത്തിനെ സമ്പുഷ്ടമാക്കിയ ഒരു അസാമാന്യ പ്രതിഭയാണ് ഇപ്പോൾ വിടവാങ്ങുകയും ചെയ്തിരിക്കുന്നത്. 99ാമത്തെ വയസ്സിലും കർമ്മനിരതനായിരുന്നു. ഓർമ്മ തെറ്റുകളില്ലാതെ, തടസ്സങ്ങളോ തടവുകളോ ഒന്നുമില്ലാതെ ഒഴുകിപ്പരക്കുന്ന രീതിയിൽ അദ്ദേഹം നടത്തിയിരുന്ന പ്രസംഗങ്ങൾ അനേകരെ ആകർഷിക്കുകയും ചെയ്തിരുന്നു. ഈ പ്രായത്തിലും ഏതൊരു പരിപാടിയിലേക്കും ആരും വിളിച്ചാലും അദ്ദേഹം കടന്നു ചെല്ലുന്ന ഒരു വലിയ മനസ്സും അദ്ദേഹത്തിന്. നിരൂപണ ശാഖയുടെ മഹാസാനുവാണ് വിട പറഞ്ഞിരിക്കുന്നത്. അനവധി ശിഷ്യസമ്പത്തുള്ള ഗുരുശ്രേഷ്ഠനാണ് വിട പറഞ്ഞിരിക്കുന്നത്. സാംസ്കാരിക കേരളം ഉചിതമായ യാത്രാമൊഴി നൽകുകയാണ് ആ ഗുരുനാഥന്, ആ മഹാസാനുവിന്.